ഞങ്ങൾ ഈ വഴിയാണ് വന്നത്. നേരെ പോകുന്നത് ഇതാ ഈ വഴിക്കാണ്. അപ്പം മേഡത്തിന് വിശക്കുന്നുണ്ട്. മേഡം എല്ലാം ന്യൂട്രലൊക്കെ തട്ടാണ്. ന്യൂട്രല കാശ്മീരിലേക്ക് വാങ്ങിയതാണ് കാണിച്ചത്. അത് തീരാനായി. അവസാനം നമ്മൾ കണ്ടു രാജാജി. നല്ല മുഴുവൻ ട്രാക്ടർ അവരുടെ വണ്ടികളെല്ലാം ഇവിടെ നിറച്ചിട്ട് അവരതിനകത്ത് താമസിച്ചുകൊണ്ട് സമരം ചെയ്യും. നമ്മളപ്പോൾ അങ്ങനെ ആകെ വഴി തെറ്റി. ഹരിയാന ഒരു മെയിൻ റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും വരുന്ന വഴി ലെഫ്റ്റ് എടുത്ത് വന്നു. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ കോട്ട്പുത്തലിയാണ്, രാജസ്ഥാൻ. അപ്പൊ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത് ഇപ്പുറത്ത് കാണുന്നത്. ഹോട്ടൽ ഹൈവേ പാരഡൈസ്. നമ്മൾ ഒരാൾക്ക് പോലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ ഹോട്ടൽ. കാരണം എന്താ വെച്ചാൽ ഇവരുടെ സ്റ്റാഫിനൊക്കെ ഒരുമാതിരി ബിഹേവിയറാണ്. പക്ഷെ ഭയങ്കര ശബ്ദമാണ്, ഭയങ്കര ശബ്ദം. ഹൈവേ സൈഡ് തന്നെയാണ്. ഭയങ്കര രാത്രി കഴിഞ്ഞാൽ ഭയങ്കര ലോറികളുടെ ബഹളമാണ്. ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പം നല്ല റേറ്റൊക്കെയാണ്. പക്ഷെ നല്ല ഫുഡാണ്. വാഗാ ബോർഡർ കാണണമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. പഞ്ചാബ് എത്രത്തോളം നമുക്കവിടെ എത്തിച്ചേരാന്ന് അറിയില്ല. പറഞ്ഞൊരു 9.5-10 മണിക്കൂർ ഓട്ടോ ഉണ്ട്. എന്താ ചെയ്യണേ? കൂളന്റ് തീർന്നിക്കാൻ നോക്കുകയാണ്. തീർന്നിട്ടുണ്ടെങ്കിൽ അത് ടോപ്പപ്പ് ചെയ്യണം. നമ്മൾ പെട്രോൾ അടിച്ചു, ഫുൾ ടാങ്ക് അടിച്ചു. ഇവിടെ 95 രൂപയാണ്. അപ്പൊ നമ്മള് 95 അപ്പൊ നമ്മൾ അതുകൊണ്ട് കാരണം നമ്മൾ അപ്പുറത്തൊക്കെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തൊക്കെ അടിച്ചപ്പോ 104 എന്താ ഇവിടെ ഇത്ര അടുത്തടുത്ത് ഇങ്ങനെ ഡിഫറെന്റ് റേറ്റ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അടിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ 95 ആയതുകൊണ്ട് ഞങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചു. ഞങ്ങൾക്കിപ്പം ഏകദേശം 4000 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചു. ഇനി നമുക്ക് ഈ വണ്ടി ഒരു 741 കിലോമീറ്റർ ഫുൾ ടാങ്കിൽ ഓടും അല്ലേ? അതായത് പഞ്ചാബും കഴിഞ്ഞ് ശ്രീനഗർ വരെ പോകാനുള്ള പെട്രോൾ ആയി കഴിഞ്ഞു. സോ നമുക്ക് നേരെ ഇനി ഹൈവേയിലേക്ക് കയറ്റാം. അപ്പോൾ ഇനി ഒരു 420 കിലോമീറ്റർ ഇനിയുണ്ട് വാഗാ ബോർഡറിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ്. നല്ല റോഡാണ്. ടോള് ഞങ്ങളിപ്പം സമയം 6:30 ഞങ്ങൾക്കിപ്പോൾ തന്നെ 2 ടോൾ ഓൾറെഡി കിട്ടി. ഏകദേശം ഒരു 300 രൂപ ടോൾ തന്നെ ഇപ്പം തന്നെ പോയിട്ടുണ്ട്. 2 സൈഡിലും ഇത്രയും നേരം ഇതേ കാഴ്ച തന്നെയാണ്. അതായത് ചോളത്തിൻ്റെ കൃഷിയാണ് മുഴുവൻ. കണ്ടോ, മുഴുവൻ ചോളാണ്. ഈ സൈഡ് പിന്നെ ഈ സൈഡ് 2 സൈഡും ചോളത്തിന്റെ കൃഷിയാണ്. അമ്മോ എന്താ പരിപാടി? ഞാൻ എവിടെ വണ്ടി ഇരുത്താലും അമ്മൂന് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം കേട്ടോ. കണ്ടോ, ഫുൾ കൃഷിയാണ്. ഇങ്ങനെ നോക്കത്താ ദൂരം വരെ ചോളത്തിന്റെ കൃഷി കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ മരങ്ങളുണ്ട്. എന്ത് മരമാണെന്ന് എനിക്കറിയില്ല. എന്ത് മരമാണിത്? എല്ലാം ചോളത്തിന്റെ കേട്ടോ. രാജസ്ഥാൻ കഴിഞ്ഞപ്പോഴാട്ടോ നല്ല റോഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു 116 കിലോമീറ്റർ വേറൊരു ഹൈവേ ആയിരുന്നു. ആ ഹൈവേയിൽ നിന്ന് അതും 3-4 തവണ നമുക്ക് ടോൾ കിട്ടി. പക്ഷെ അടിപൊളി റോഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് വന്നപ്പോൾ പുതിയൊരു ടോൾ ഇപ്പോൾ ഒരു 175 നമുക്ക് ടോൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ അടിപൊളി റോഡാണ് ഇത്. രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ നമുക്ക് വളരെ മോശം റോഡായിട്ട് കിട്ടി. ഗുജറാത്തിൽ നല്ല റോഡാണ് ഞാൻ കേട്ടത്. അങ്ങനെ കേട്ടിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ ഗുജറാത്തിൽ കിട്ടിയത് മുഴുവൻ കച്ചറ റോഡാണ്, വെറും കട്ടർ റോഡാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഹരിയാന കയറിയിട്ട് പിന്നെ ജസ്റ്റ് കുറച്ച് ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ പഞ്ചാബിൽ കയറും. വരുന്ന വഴിക്ക് ഒരു ഇഷ്ടിക ചൂള കണ്ട് ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട്, നിർത്തിയതാണ്. കണ്ടോ,
ഉണ്ടാക്കുന്ന സ്ഥലമാണിത്. അതിൻ്റെ മണ്ണൊക്കെയാണ് അവിടെ കൂട്ടിയിട്ടുള്ളത്. കണ്ടോ, ദൂരെ അതിൻ്റെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അവിടെ ഉണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയാണ്, കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡിലേക്കൊക്കെ കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ ഇവിടെ. പിന്നെ ഇത് അതുണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മണ്ണാണ് കേട്ടോ ഇത്. അവിടെ അങ്ങനെ കൂട്ടിയിട്ടുണ്ടത്. ഞങ്ങൾ ഈ വഴി കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ചായ കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ കുറേ നോക്കുന്നു. ഒരു ധാബ മുമ്പിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കയറി നോക്കണം. ഞങ്ങൾ ഈ വഴിയാണ് വന്നത്. നേരെ പോകുന്നത് ഇതാ ഈ വഴിക്കാണ്. അപ്പം മേഡത്തിന് വിശക്കുന്നുണ്ട്. മേഡം എല്ലാം ന്യൂട്ടലിലൊക്കെ തട്ടാണ്. ന്യൂട്ടലിൽ കാശ്മീരിലേക്ക് വാങ്ങിയതാണ് കാണിച്ചത്. അത് തീരാനായി. അപ്പോൾ ഇതുവഴി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഇനി ഒരു ധാബ നമ്മൾ കുറേ നേരമായി ഇങ്ങനെ പരസ്യം കാണുന്നുണ്ട്. അവിടെ രാജാജി ധാബ. അപ്പൊ അവിടെ നിന്ന് കയറി നോക്കണം. ഫൈനലി അങ്ങനെ നമ്മൾ രാജാജി ധാബ കണ്ടു. കുറേ നേരമായിട്ട് അവർ ബോർഡ് വെച്ച് നമ്മളെ പറ്റിയിരുന്നു. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഓടി. അവസാനം നമ്മൾ കണ്ടു രാജാജി ധാബ. നല്ല കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ കൊള്ളാവോ അല്ല ഫുഡ് ഉണ്ടോ ഒന്നും അറിയില്ല. ഒന്ന് പോയി നോക്കാം. വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം വല്ല കഴിക്കാൻ കിട്ടുമെന്ന്. ഫ്രണ്ട്സ്, അപ്പം നമ്മളൊരു ആലു പൊറോട്ട പറഞ്ഞു, പിന്നെ ഒരു സ്റ്റഫ്ഡ് പൊറോട്ട പറഞ്ഞു. സ്ഥിതി അറിയില്ല. ആലു പൊറോട്ട നമ്മളെപ്പോഴും കഴിക്കണേ. സ്റ്റഫ്ഡ് പൊറോട്ടയിൽ മിക്സ് ആയിട്ടുള്ള കുറച്ച് ഗോബി, അതായത് നമ്മുടെ എന്തെങ്കിലും കോളിഫ്ലവർ, പൊട്ടാറ്റോ എല്ലാം കൂടി മിക്സ് എന്തോ വരുന്നതാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ് തോന്നുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചായയും പറഞ്ഞിട്ടുണ്ട്. കോഫി വേണോ? കോഫി വേണ്ട. അടിപൊളി ധാബയാണ് കേട്ടോ. ഭയങ്കര നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സ് ആണ്. നല്ല സ്പേഷ്യസ് ആണ്. ഇരിക്കാൻ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ധാബയാണ്. കാണിച്ചിടാം. ഞങ്ങളെ ഫുഡ് വന്ന തിരക്കിൽ ഇത് വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. നല്ല വിശപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾ ആലു പുറത്ത് വന്നു, പിന്നെ ഒരു സ്റ്റഫ്ഡ്. അപ്പൊ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. ഉള്ളില് ഈക്വൽ മറ്റേതില് ആലു മാത്രം. ആ ഒരു ഡിഫറൻസ്. ടേസ്റ്റ് അബദ്ധമായിരുന്നു. ഫസ്റ്റ് കഴിച്ച ഗുജറാത്ത് പൊറോട്ട ആലു പൊറോട്ട അടിപൊളിയായിരുന്നു അല്ലേ? താലി അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരെ ഇനി എവിടെ സ്റ്റോപ്പില്ല, നേരെ പോവാണ് വാഗ ബോർഡറിലേക്ക്. എന്നാലും അവിടെ നമുക്ക് ഷോ കാണാൻ പറ്റുള്ളൂ. അത് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം തന്നെ നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ, എവിടെ നിർത്താണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അവിടെ എത്തില്ല നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ബ്ലോക്ക് വല്ലതും കൂടി കഴിഞ്ഞാൽ ലേറ്റ് ആവും. 4 മണിക്ക് ചാർജില്ല, 0 ആണ് കേട്ടോ, ചാർജ് ഇല്ല. നമ്മൾ എത്താൻ പറ്റില്ല, നേരെ ഗോൾഡൻ നമ്മൾ പോകും. എത്തിയാല് നേരെ വാഗ ബോട്ടിൽ. അപ്പൊ നേരെ ഇനി പോവാണ്. നാളെ കാണും, കണ്ടിട്ടേ പോവുള്ളൂ. ഫ്രാൻസ് നമ്മളെ വരുന്ന വഴിക്ക് നിർത്തിയാട്ടോ വരുന്നത്. അത്രയും അടിപൊളി സ്ഥലങ്ങളാണ്. ഇപ്പൊ ഹരിയാനയിൽ തന്നെയാണ് ഉള്ളത്. പഞ്ചാബ് കയറിയിട്ടില്ല. നോക്കിയേ, കാളക്കൂട്ടൻ ആൻഡ് മുപ്പര കാളവണ്ടി. ഇവിടെ ഫുള്ള് കൃഷിയാണ്. അങ്ങ് അവിടെ മുതൽ ഇവിടെ ചെറിയൊരു വീടുണ്ട്. പിന്നെ ഇവിടെയും കൃഷിയാണ്. ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ, നോക്കത്താ ദൂരത്ത് കൃഷിയാണ്. ഇവിടെ മുഴുവൻ നെല്ല് കൃഷി കേട്ടോ. വാവ്, കണ്ണത്താ ദൂരം വരെ കൃഷിയാണ് കേട്ടോ ഇവിടെ. അങ്ങ് ദൂരെ അപ്പുറത്തെ ഒരു ചേട്ടൻ ടാങ്കറിൽ നിന്ന് വെള്ളം എന്തോ അടിക്കുന്നുണ്ട് നേരെ അങ്ങോട്ടേക്ക്. ചേട്ടൻ നമ്മളെ നോക്കുന്നുണ്ട്. നല്ലോണം പുക വലിക്കുന്നുണ്ട്. ഉണ്ടോ, നല്ല വലിയ ആശാൻ. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ അങ്ങനെ ആകെ വഴി തെറ്റി. ഹരിയാന ഒരു മെയിൻ റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും വരുന്ന വഴി ലെഫ്റ്റ് എടുത്ത് വന്നു. എല്ലാവരും പോയി. ഞങ്ങൾ അവിടെ ഇടയ്ക്ക് നിന്ന് പയ്യെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെയാണ് നെറ്റും കിട്ടുന്നില്ല, വഴിയും മനസ്സിലാവുന്നില്ല. 2 സൈഡും ബ്യൂട്ടിഫുൾ ആണ്. രണ്ട് സൈഡും നെല്ലാണ്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ വഴി തെറ്റിയാൽ ഇങ്ങനെ റൂട്ട് കൂടെ വന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതാണ് ആക്ച്വലി ഞങ്ങൾ കുറേ വണ്ടി ഉണ്ടായിരുന്നേ, അവരെല്ലാം പോയി. ഞങ്ങൾ മാത്രം ഒറ്റയ്ക്ക് പോയി നോക്കുമ്പോൾ നെറ്റ് കിട്ടുന്നില്ല, ഗൂഗിൾ മാപ്പ് കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ ചോദിച്ച് പോവാണ്. നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തുന്നു പറഞ്ഞു കുറേ പേര്. ഇവരാണെങ്കിൽ പഞ്ചാബിയാണ് പറയുന്നത്, ഹിന്ദി അല്ല. പഞ്ചാബിയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല കറക്റ്റ് ഏതാണ് ഭാഷ മനസ്സിലാവുന്നില്ല. ഇതൊരു ഗ്രാമമാണ് കേട്ടോ.
എന്ന് പറഞ്ഞാൽ വെറും കൃഷിയാണ്. എവിടെ നോക്കിയാലും കൃഷിയാണ്, കന്നുകാലികളാണ്, അത് മാത്രമേ കാണാനുള്ളൂ. അപ്പൊ ഞങ്ങൾ ആകെ പെട്ടിരിക്കേണ്ട വഴി ആകെ മനസ്സിലാവില്ലേ? കണ്ടോ, ഇത് മുഴുവൻ ട്രാക്ടർ അവരുടെ വണ്ടികളെല്ലാം ഇവിടെ നിറച്ചിട്ട് അവരതിനകത്ത് താമസിച്ചുകൊണ്ട് സമരം ചെയ്യും. കുറെ കാലം ഇവരുടെ താമസിക്കുന്നു തോന്നും കേട്ടോ. കാരണം ഇതൊന്നും എന്താ പറയാ, കുറെ പേരുണ്ട് ഇവിടെ, ഒന്നും മൂവ് ആവുന്നേ ഇല്ല. അതൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഇവിടെ അവരുടെ താമസം ഭക്ഷണം എല്ലാം ഇവിടെ തന്നെയാണ്. ഈ ടെന്റിന് ചിലര് AC അടക്കം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചില ടെന്റിന് AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ റോഡാണ്, നിങ്ങൾ ആലോചിക്കണം. ഈ മെയിൻ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. വേറൊരു വണ്ടിക്ക് പോകാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒരു ചെറിയ വഴി മാത്രമുണ്ട്, അതുവഴി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. നമ്മള് എന്താ വഴി തെറ്റിയിട്ടുണ്ട്. ഇനി നേരെ പോയി നോക്കാം. നമ്മൾ പ്ലാൻ മാറ്റിട്ടോ, കാരണം നമ്മൾ അവിടെ എത്തില്ല ആ സമയത്ത്. ഇവിടെ വാഗാ ബോർഡറിൽ എത്തില്ല, കാരണം ലേറ്റ് ആയി പോകും. ഷോ തുടങ്ങാൻ എന്താ പറയാ, ഷോ തുടങ്ങിയിട്ട് എത്തിയിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ സമാധാനമായിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ലൈഫിൽ നമ്മള് അങ്ങനെ കാണാൻ പറ്റുന്ന നാളെയും കൂടി പഞ്ചാബ് സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ പോകാന്ന് വിചാരിക്കുന്നത്. ഇനി ഒരു 3:45 ആവുമ്പോൾ നമ്മളിവിടെ എത്തും. ഇവിടെ ഗോൾഡൻ ടെമ്പിൾ, അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ ഇന്ന് രാത്രി പോകാൻ വിചാരിക്കില്ല നമുക്ക്. അമൃത്സർ എത്തും, അവിടെ ഇനി റൂം എടുക്കണം. കാരണം അമൃത്സർ എത്താൻ തന്നെ 4 മണി എന്തായാലും കഴിയും. ഇങ്ങനെ നമ്മളിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 140 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക്. ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറേ നോക്കി, ധാബ കണ്ടു വന്നിട്ടുണ്ടാകും, പക്ഷേ അത് നമുക്ക് കയറാൻ തോന്നിയില്ല. ഞങ്ങൾ കയറിയില്ല. അത്യാവശ്യം നല്ല ഹോട്ടൽ കണ്ടാൽ കയറാൻ വിചാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശക്കുന്നുണ്ട്. അപ്പം നമ്മളെ കുറേ നേരം വിശന്നിരിക്കുന്നു. കുറേ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കഴിഞ്ഞ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു ധാബ കണ്ടു, പഞ്ചാബി. അവിടെ കയറി പ്ലെയിൻ റൈസും ആലു ഗോപിയും പറഞ്ഞു അല്ലേ? ആലു ഗോപി ഇല്ലത്, കോളിഫ്ലവർ, ആലു റൈസിനൊക്കെ എന്തോരം ടേസ്റ്റാണ്. ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റിയില്ല, അതാണ് പറ്റിയത്. അപ്പോൾ ഇതാണ് സാലഡ് ഉണ്ട്, ഇതാണ് റൈസ്, പ്ലെയിൻ റൈസാണിത്. പിന്നെ ആലു ഗോപി ഉണ്ട്, ഇതിൽ കോളിഫ്ലവർ ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, റൈസ്, പിന്നെ ഒരു പിക്കിളുണ്ട്. എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമില്ല, സബ്ജി അത് കൂട്ടിയിട്ട് തിന്നാം. കോളിഫ്ലവർ കൂട്ടിയിട്ട് തോന്നുന്നത്. കഴിച്ചിറങ്ങിട്ടോ. ഇതാണ് ധാബ. 2:45. അപ്പം ഞങ്ങൾ നേരെ പോട്ടെ. ഇതുവഴി ഇനി നേരെ പോകണം. ഇതുവഴി ഫ്രണ്ട്സ്. അപ്പം നമ്മളങ്ങനെ അമൃത്സർ എത്തി. എത്താൻ 5:30. ചെറിയ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എത്തി. ഇപ്പം ഞങ്ങളുടെ പുറത്തുനിന്ന് ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നേരെ താഴെ പാർക്ക് ചെയ്തു. അപ്പം എന്താണ്, നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ. ടൗൺ നല്ല തിരക്കാണ്. അപ്പം നമ്മളൊരു വണ്ടി ഞാൻ എടുക്കുന്നില്ല, നേരെ നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പം റൂം കാണിച്ചു. അപ്പം 101 ഇതാണ് നമ്മുടെ റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. ഇതിപ്പോ ഞങ്ങൾ വന്ന് നാശാക്കിട്ടോ, ഒക്കെ ഞങ്ങളത്. ഇതാണ് റൂം. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ പോകുന്നതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാണ്. ഇന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഗോൾഡൻ ടെമ്പിൾ പോകുന്നതാണ്. അപ്പം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവർക്കും ബൈ.